സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഇതിന്റെ ഒരു യൂത്ത്ഫുൾനെസ് തന്നെയാണ്. ഇപ്പൊ മനുവേട്ടൻ 14 വർഷമായിട്ട് സിനിമയിലുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണ്. അതെ, അതിന്റെ ഒരു ഗുണം നമുക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയാണെങ്കിലും മൊത്തത്തിൽ എന്താ വെച്ചാൽ നമ്മള് നല്ല പടം റിലീസ് കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നോ? സന്തോഷമാണ്. പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും നല്ല ആ കൂട്ടുണ്ടായിരുന്നു, ആർക്കും ഈഗോ ഇല്ലാണ്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്തോണ്ട്. അത് പലപ്പോഴും പല സിനിമകളുടെയും വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില സെറ്റുകളിൽ നിന്ന് നമ്മൾ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. ഈ സിനിമ എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുക, അല്ലെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ എന്തായിരിക്കും. അതിനൊക്കെ നമ്മുടെ യൂണിറ്റിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റിൽ ആൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അനി. അതൊക്കെ നന്നായിട്ട് ചെയ്യണം ശരിക്കും. യൂണിറ്റിലൊക്കെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട് ഈ സിനിമയായിട്ട്. പിന്നെ എന്റെ പാട്ടുകളൊക്കെ നന്നായിട്ട് ഉണ്ടല്ലേ, നല്ലതാണ്. എല്ലാ പാട്ടുകളും നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് നന്നായിട്ട്, ഡാൻസ് ഒക്കെ അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഗോപിസ് ഉണ്ട് അല്ലേ? ബാങ്കോക്കിൽ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ടുപോയില്ല. ഫ്ലൈറ്റിന് താങ്ങാവുന്ന ഒരു ഭാരമുണ്ട്. അങ്ങനെ നടുക്കിരുത്താനും പറ്റില്ല, സൈഡിലിരുത്താനും പറ്റില്ല. സൈഡിലിരുത്ത് എങ്ങനെയായി അല്ല, നടുക്കിൽ നിൽക്കാലോ, അതിന് കുഴപ്പമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്നേനെ. പക്ഷെ തന്നെ കൊണ്ടുപോയില്ലല്ലോ, പിന്നെന്താ കൊണ്ടുപോയി എന്നെ മാത്രം കൊണ്ടുപോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഓണക്കാലത്ത് ഇറങ്ങിയതിൽ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു പടം നമ്മുടെ ദൂരം തന്നെയായിരിക്കും. അതല്ലാണ്ട് ഒരു പടം കൂടെ ഉണ്ട് നമ്മുടെ പടം, പോപ്കോൺ. ഊഴമുണ്ട്, ലാലേട്ടന്റെ ഒപ്പമുണ്ട്. പോപ്കോൺ കണ്ടില്ലേ നീ? പോപ്കോൺ കണ്ടില്ലേ? അത് ഞാൻ കണ്ടിരുന്നു, തിയേറ്ററിന് മുമ്പിലുണ്ടല്ലോ. തീറ്റയുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ അതല്ല, സിനിമ ഭഗത്തും നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മൾ രണ്ടുപേരും മാത്രം ഒഴിവാക്കിക്കൊണ്ട് അതൊരു സിനിമയാണ് പോപ്കോൺ. പക്ഷെ നല്ല സിനിമയൊക്കെയാണ്. പക്ഷെ നമ്മളില്ലാത്തതിന്റെ ഒരു കുറവുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സിനിമയ്ക്ക് അല്ലേ? നിനക്കും തോന്നില്ല? ശരിക്കും എനിക്ക് ആ ഒരു കുറവ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. സന്തോഷം പോലെ എനിക്ക് ഭയങ്കര സന്തോഷം ആ കാര്യത്തില്. അല്ല, നന്നാവട്ടെ, എല്ലാ പടങ്ങളും രക്ഷപ്പെട്ട് കണ്ടാൽ മതി. നമുക്കൊരു സമയം വന്നപ്പോ നമ്മളെല്ലാരും വിളിച്ച് ചാൻസ് ഒക്കെ കൊടുത്തായിരുന്നു. അതെ, അല്ല നീ ആ പറഞ്ഞതിനകത്ത് ഉണ്ട്. നന്നാവട്ടെ പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും അനീഷേട്ടൻ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതം എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സിനിമ തന്നൊരാളാണ് അനീഷേട്ടൻ. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും മാറ്റ്നിയിലെ ക്യാരക്ടറിന്റെ പേരിലും മാറ്റ്നിയിലെ ഓരോ സീൻസ് എടുത്ത് പറഞ്ഞിട്ട് നീ കാരണമായിരിക്കും മിക്കവാറും എനിക്ക് ഈ സിനിമ കിട്ടിയത്. നിന്റെ മാറ്റ്നി എന്നുള്ള പടം ആദ്യം ഞാൻ ചെയ്യേണ്ട പടമായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി കുറേ പ്രൊഡ്യൂസർമാരെ കാണാനും ഒക്കെ ഞങ്ങൾ നടന്ന അവസാന ഒരു നിമിഷമാണ് പ്രൊഡ്യൂസർ ഒക്കെ ആയി. ഒന്നും നിലവിളിക്കാനുള്ള ടൈമിൽ കിട്ടിയില്ല. പക്ഷെ അനീഷേട്ടൻ അത് ഞാൻ ഇപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഞാനൊരു പടം ചെയ്യണം, നീ വേണം. ഓക്കെ, ഉറപ്പായിട്ടും. ഓരോരുത്തർക്കും ഓരോ അവരുടെ പേര് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും നല്ലത് സംഭവിച്ചു. അതെ, എനിക്ക് മാറ്റിന് കൊണ്ട് എനിക്ക് കിട്ടിയൊരു മൈലേജ് ഭയങ്കര വലുതാണ്. ഞാൻ എന്നും എൻ്റെ സാജൻ സാറ് എന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് എന്നെ നായകനാക്കി, അതും മനീഷേൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. ഒരിക്കലും ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെയും മൈറ്റിലിയുടെ ഒക്കെ ലൈഫിലെ വൺ ഓഫ് ദ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന സിനിമയാണ് മാറ്റ്. ഇപ്പോഴെവിടെ പോയി കഴിഞ്ഞാൽ അതിനും ഒരുപാട്, ഇപ്പോൾ നമ്മുടെ ദൂരത്തിനൊപ്പം മനീഷേൻ്റെ കൂടെ ഒരു പടം റിലീസായപ്പോൾ ഒരുപാട് സന്തോഷം. ഞാനില്ലാത്തത് ഒരു വിഷമമാണെങ്കിലും കുറവായി കാണണ്ട. അങ്ങനെ ശരിക്കും അനീഷേട്ടന്റെ സിനിമ അനീഷേട്ടന് ഒരുപാട് ആശംസകൾ. ആ സിനിമ നന്നായിട്ട് റിവ്യൂസ് വരുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിന്നെ പറ്റി നല്ലത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മാത്രം ഇത്ര വിഷമമുണ്ടെങ്കിൽ അനീഷേട്ടന് നല്ലത് സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം. ശരി. ശരിക്കും നിന്റെ വീട്ടിൽ ഓണം എങ്ങനെ പരിപാടികൾ? എൻ്റെ വീട്ടിലെ ഓണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ഓണം അതിൻ്റെതായ രീതിക്ക്, ഓണത്തിന്റെ രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. അല്ല, അങ്ങനെയല്ല. ചില ആളുകളുണ്ടല്ലോ അങ്ങനെയല്ല. പക്ഷെ നമ്മൾ വീട്ടിലെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട്, എനിക്ക് തോന്നുന്നു വാപ്ചി വളർന്ന രീതികൾ എങ്ങനെയായിരുന്നു. അവരുടെ ചെമ്പെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു ഉത്സവം തന്നെയായിരുന്നു ഓണം. ആ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ മുറതെറ്റാണ്ട്
ഇപ്പോൾ എത്ര ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ആളുകളിൽ എത്ര പേര് അത്തപ്പൂക്കളം ഇടുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ എൻ്റെ വീട്ടിലെന്തായാലും അത്തപ്പൂക്കളം നീ ഇടുമോ അത്തപ്പൂക്കളം? ഞാൻ ഉണ്ടാവില്ല. ഞാൻ എണീക്കുമ്പോഴത്തേക്കും ഉമ്മച്ചിയും വാപ്പച്ചൊക്കെ ഇട്ടുണ്ടാവും. പിന്നെ സദ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കസിൻസൊക്കെ വരും, എല്ലാവരും ഇലയിലൊക്കെ. മൂത്തപ്പ വരില്ല. നമ്മൾ എല്ലാ ഫെസ്റ്റിവലും നമ്മൾ മൂത്താപ്പനെ ചെന്ന് കാണുകയാണ്. ഇപ്പോൾ പെരുന്നാളാണെങ്കിലും ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും നമ്മളുടെ ഒരു ഗെറ്റ് ടുഗെദർ എല്ലാ ഫാമിലി എല്ലാവരും ഒത്തുചേരുന്നത് ഇങ്ങനത്തെ ഫെസ്റ്റിവൽ സമയത്താണ്. കാരണം അവരും ഫ്രീ ആയിരിക്കും, നമ്മളും ഫ്രീ ആയിരിക്കും. നമ്മളെപ്പോഴും ഫ്രീ ആയിരിക്കും, അവർ ആ സമയത്ത് മാത്രമേ ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ നല്ല മറ്റേ അത്യാവശ്യം സാമ്പത്തികം ഒക്കെ കിട്ടുന്ന ആ സമയത്താണ്. ക്ലബുകളുടെ പരിപാടിക്കൊക്കെ പോകാറില്ലേ, മറ്റേ കൊടയൊക്കെ പിടിച്ചിട്ട്. അതിന് തന്നെ വിളിച്ചപ്പോ തനിക്ക് പഴയ വരായിരുന്നു കേട്ടോ. ഓണമൊക്കെയാണ് എനിക്ക് തോന്നുന്നു. ഓണം, വിഷു, കല്യാണങ്ങളൊക്കെയാണ് ഏറ്റവും അല്ലേ ഫുഡ്. അങ്ങനെ ഫുഡ് കഴിക്കലൊന്നുമില്ല. ഓണത്തിനോ? അല്ലാത്ത സമയത്തൊക്കെ ഫുഡ് കഴിക്കും. ഓണത്തിന് മാത്രം ഫുഡ് കഴിക്കും. ഓണത്തിനൊന്നും നോമ്പെടുക്കും. ഓണത്തിന് എങ്ങനെയാണ് സാധനം? ഓണത്തിന് കാലത്ത് തന്നെ പോയിട്ട് ഒരു 4 ലിറ്റർ പായസം വാങ്ങിച്ചോണ്ട് വീട്ടിലേക്ക്. 4 ലിറ്റർ പായസം ഒറ്റ അഭിഷേകം അങ്ങനെയല്ല ഉണ്ടോ അവിടെ? അല്ല, വെറുതെ കാശ് കൊടുത്ത വാങ്ങിട്ടു. അല്ല, അത് ആൾക്കാർ ഈ 4 ലിറ്റർ പായസം അല്ല, ഇങ്ങനെ വീട്ടിലിങ്ങനെ വാങ്ങിച്ചോണ്ട് ഇങ്ങനെ കുറേശ്ശെ കഴിക്കാം. അല്ല, വീട്ടില് നീയും അപ്പയും അമ്മയും മാത്രമല്ലേ ഉള്ളൂ? അതുള്ളൂ. പക്ഷെ അത് ഈ 3 പേർക്ക് കഴിക്കലുണ്ടോ 4 ലിറ്റർ പായസം? അല്ല, വാങ്ങുമ്പോ കുറയ്ക്കണെന്ന് വെച്ചിട്ട് വെളുപ്പിന് പോയിട്ട് 4 ലിറ്റർ പായസം അത് കാലത്ത് പോയാലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ലിറ്റർ ഉച്ചക്ക് എന്നിട്ട് ബിരിയാണി വെച്ചിട്ട്. ബിരിയാണി അല്ല, മറ്റേ സംഭവം ഇല്ലേ, സാമ്പാർ, പപ്പടം, സദ്യ. പേരറിയില്ല, കിട്ടിയാ കഴിക്കും. സദ്യ, മഞ്ഞക്കറിയോ വെള്ളക്കറിയോ കൊറേ കളർ കറികളുണ്ടാവില്ലേ. എന്തോ സാമ്പാർ, ബ്രൗൺ കറി, സാമ്പാർ എനിക്കറിയാം. കാളൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകറി സാധനം ആയിട്ടുള്ള കടലൊക്കെ. സാമ്പാറും അവിയലും എനിക്കറിയാം. ബാക്കിയുള്ള കുറെ കളറുകളില്ലേ, മറ്റേ ചോപ്പ അല്ല, ചോപ്പില്ല, ഒരു വയലറ്റ്, റെഡ്, അതൊക്കെ അച്ചാറൊക്കെ. അച്ചാർ എനിക്കറിയാം. ഇഞ്ചിക്കറി നീ ഏത് നാട്ടാ? ഞാൻ ഓണം നന്നായിട്ട് ആഘോഷിക്കുന്ന തൃശ്ശൂർ നാട്ടിൽ നിന്ന് വന്നിട്ട് മഞ്ഞക്കറി, പച്ചക്കറി. തൃശ്ശൂരുകാരുടെ മലയാളികളുടെ എല്ലാത്തിന്റെയും പേരുകളാണ് വേണ്ടത്. ഞാൻ ചോദ്യം വിട്ടു. എങ്ങനെയാ നിങ്ങളെ ഗംഭീരമായിരിക്കും ഓണം. കാരണം അമ്മ നന്നായിട്ട് കുക്ക്. 2 പടങ്ങളും കൂടി നന്നായിട്ട് ഓടുന്നതുകൊണ്ട് നല്ല ഓണമായിരിക്കില്ലേ? 100% പറയാം. കാരണം എല്ലാവരും ഉണ്ടാവും വീട്ടില്. വീട്ടുകാർക്ക് ഇത്തിരി സ്നേഹമൊക്കെ കൂടി കാണുമല്ലോ. അത് പണ്ടും അത് അന്ന് അതെപ്പോഴും ഒരേ സ്നേഹം തന്നെയാണ്. ഇടയ്ക്ക് എന്തോ എനിക്കങ്ങനെ ഇടയ്ക്കൊരു അല്ല, അതിന്റെ കയ്യിലിരിപ്പുണ്ടോ? അല്ല, എന്റെ വീട്ടില് പപ്പടം, പഴം, പായസം എല്ലാം അമ്മ ഉണ്ടാക്കും. ആ അമ്മ തന്നെ ഉണ്ടാക്കുന്നത് എനിക്ക് നിർബന്ധം. അത് വിഷുവിനായ നിർബന്ധമാണോ? എനിക്ക് നിർബന്ധമാണ്. അത് എനിക്ക് പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം അന്നത്തെ ദിവസം പുറത്ത് പോകാം, ഇങ്ങോട്ട് ചെയ്യാം. കാരണം അന്നൊരു ദിവസം പപ്പയ്ക്ക് അവധി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പപ്പ പുറത്ത് പോകാന്ന് പറയും. പക്ഷെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ പറയും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടും. കൂടുമെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ സഹായത്തിന് നിൽക്കും.